എല്ലാ പ്രിയപ്പെട്ടവർക്കും M4 ട്രാവലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കുവൈറ്റിലെ മറ്റൊരു യാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ വിവിധ വീഡിയോകളിലായി കുവൈറ്റിലെ വിവിധ സ്ഥലങ്ങളും യാത്രകളും കാഴ്ചകളും ഒക്കെ നാം കണ്ടുവരികയാണ്. ഇന്നത്തെ യാത്രയിൽ നമ്മളെ സഹായിക്കുന്നത് മിസ്റ്റർ റജി തോമസ് ആണ്. അദ്ദേഹം തിരുവല്ല ഓദ്ര സ്വദേശിയാണ്. കുവൈറ്റിൽ അദ്ദേഹമായിട്ട് 25 വർഷത്തിലായി. അദ്ദേഹം അൽഗാനിം ഇൻഡസ്ട്രീസ് അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യൽ പ്രൊജക്റ്റ് മാനേജറായും അതുപോലെ സീനിയർ എഞ്ചിനീയറായും സേവനമനുഷ്ഠിച്ചു വരികയാണ്. അപ്പോൾ ഇന്ന് വീണ് കിട്ടിയ ഒരു അവധി ദിവസം നമ്മളെയും കൂട്ടി മിസ്റ്റർ റജി തോമസ് ഇന്ന് അബ്ബാസിയ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ്. അപ്പോൾ കുവൈറ്റിൽ അബ്ബാസിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക മലയാളികൾക്കും ഒരു പ്രത്യേക ആവേശവും ഒരു പ്രത്യേക സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലപ്പേരാണ് അബ്ബാസിയ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കുവൈറ്റിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ് അബ്ബാസിയ. ഒരു കൊച്ചു കേരളം എന്ന് തന്നെയാണ് അബ്ബാസിയെ എല്ലാവരും തന്നെ വിശേഷിപ്പിക്കുന്നത്. മലയാളി ഹോട്ടലുകൾ, മലയാളി സൂപ്പർ മാർക്കറ്റുകൾ, ബേക്കറികൾ, തുണിക്കടകൾ, മൊബൈൽ ഷോപ്പുകൾ, തയ്യക്കടകൾ, സ്റ്റുഡിയോകൾ എന്നിങ്ങനെ വേണ്ടുന്ന എല്ലാ കടകളും, ഇലക്ട്രിക് ഷോപ്പുകളായാലും പ്ലംബിംഗ് കടകളായാലും മറ്റുള്ള എല്ലാ സെറ്റിങ്ങുമുള്ള കേരള തനിമയാർന്ന വിവിധ തരം കടകൾ, അതുപോലെ കേരളത്തിലെ സാധനങ്ങൾ ലഭിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും സുലഭമായി ലഭിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ അബ്ബാസിയ. ഈ അബ്ബാസിയയിൽ അതുകൊണ്ട് തന്നെ ഈ അബ്ബാസിയയിൽ ഒരു തവണ താമസിച്ചവർ പിന്നീട് കുവൈറ്റിലെ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്നതിനായി തിരഞ്ഞെടുക്കാറില്ല. ഇനി അഥവാ മറ്റു സ്ഥലങ്ങളിൽ പോയി താമസിച്ചാൽ തന്നെ ഇനിയും കേരളത്തിലെ സാധനങ്ങൾ വാങ്ങാനായാലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാണേലും നേരെ അബ്ബാസിയയിലേക്ക് തന്നെ വരാറുമുണ്ട്. ഈ അബ്ബാസിയ കേന്ദ്രീകരിച്ചാണ് ഏകദേശം ഒട്ടുമിക്ക സ്കൂളുകളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇവിടേക്ക് ഈ ജനവാസം ഇത്രയും കൂടിയത് തന്നെ. കാരണം ഇന്ത്യൻ സെൻട്രൽ സ്കൂളുണ്ട്, ആസ്പെയർ സ്കൂളുണ്ട്, പിന്നെ പബ്ലിക് സ്കൂളുണ്ട്, യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളുണ്ട്, പിന്നെ ഭാവൻസ്, ഇൻ്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂള്, അങ്ങനെ ലേണേഴ്സ് സ്കൂള്, ഒട്ടുമിക്ക സ്കൂളുകളും എനിക്കറിയാവുന്ന കുറേ സ്കൂളുകളുടെ പേരാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്ത സ്കൂളുകളുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് താഴെ മെൻഷൻ ചെയ്യുക. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ കുവൈറ്റിൽ ഇത്രയും തിരക്ക് കൂടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നമ്മുടെ ബിൽഡിങ്ങുകളും ആ റോഡിൽ കൂടിയുള്ള യാത്രയും ഒക്കെ നമുക്ക് നല്ല ഒരു സുന്ദരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. കാരണം ഇന്ന് പ്രത്യേകിച്ച് അവധി ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും താഴെ അവരവരുടെ വാഹനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. കാരണം റോഡിൽ അങ്ങനെ തിരക്കില്ല, കാരണം അവധിയാണ്. വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ വളരെ ഒരു രസകരമായ ഒരു കാഴ്ചയാണ്. അമ്പരചുംബികളായ നിരവധി കെട്ടിടങ്ങൾ, എല്ലാ ബിൽഡിങ്ങിൻ്റെയും ഓരോ ബിൽഡിങ്ങിനും എനിക്ക് തോന്നുന്നത് 9-10 നിലകളാണ്. അപ്പോൾ ഏകദേശം 35-40 ഫ്ലാറ്റുകളുണ്ട്. അപ്പോൾ ഓരോ ഫ്ലോറിലും 3-4 ഫ്ലാറ്റുകൾ വെച്ചാണുള്ളത്. അപ്പോൾ ഇത്രയും ഫ്ലാറ്റിൽ ഇത്രയും ബിൽഡിങ്ങിൽ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ അപ്പോൾ ഏകദേശം ഒരു 30 വണ്ടിയെങ്കിലും മിനിമം കാണണം. അപ്പോൾ അതെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം അതെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ രീതികളൊക്കെ തന്നെ. അങ്ങനെയൊക്കെ ഇപ്പോൾ പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ബിൽഡിങ്ങിന് അപ്രൂവൽ തന്നെ കൊടുക്കത്തുള്ളൂ. അതുപോലെ നേരത്തെ ഇവിടെ ചില തീപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ കേസ് ഉണ്ടായത് കാരണം താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ഒരു ഫ്ലാറ്റുകളുണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോർ അടച്ചുപൂട്ടി അവർ ഫ്ലാറ്റുകൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ പൊളിച്ച് മാറ്റി അവർക്ക് അവിടെ തുറസായ സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ള സ്ഥലം കൂടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ അബ്ബാസിയക്കകത്തുകൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യണം. ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലോ നിങ്ങൾക്ക് പരിചയമുള്ള കടകളൊക്കെ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തേക്കണം താഴെ, ഏത് കടയാണ് ഏതാണ്. ഞാനും എനിക്കറിയാവുന്ന കടകളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അബ്ബാസിയയുടെ ആ ഒരു തിരുവീതിയിൽ കൂടി, അബ്ബാസിയുടെ രാജവീതി എന്ന് തന്നെ നമുക്ക് പറയാം, മലയാളികൾക്ക് ഏറ്റവും അഭിമാനമായ അബ്ബാസിയ. കാരണം നാട്ടിൽ നിന്ന് ആര് വന്നാലും അല്ലെങ്കിൽ നാട്ടിൽ ആരെങ്കിലുമൊക്കെ കുവൈറ്റിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നേരെ പറയുന്നത് അബ്ബാസിയിലാണോ എന്നാണ് ചോദിക്കുക. കാരണം അബ്ബാസിയ അത്ര പ്രശസ്തമാണ്. പിന്നെ ഉണ്ട് സാൽമയിൽ കുറച്ച് ആൾക്കാരുണ്ട്, റിഗേലുണ്ട്, ഫർവാനിയുണ്ട്, കെയ്ത്താനുണ്ട്, പിന്നെ മംഗഫുണ്ട്, ഫാഹേലുണ്ട്, അഹമ്മദ്, ഇവിടെയൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അബ്ബാസിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വേറൊരു ലോകമാണ്. അത് അനുഭവിച്ചറിയണമെങ്കിൽ ശരിക്കും അബ്ബാസിയയിലൂടെ വൈകുന്നേരം ഒന്ന് നിങ്ങൾ കുവൈറ്റിന് എവിടെയായിരുന്നാലും ഇതുവഴി ഒന്ന് നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും. ഇത് കുറച്ച് സ്കൂളുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ സ്കൂളിലൊക്കെ എല്ലാ സ്കൂളിലും വൈകുന്നേരങ്ങളിൽ കളിക്കാനൊക്കെ നിരവധി ആൾക്കാർ വരാറുണ്ട്. കാരണം ഇത്ര മണിക്കൂർ വെച്ച് ഓരോരുത്തരും ഫീസ് അല്ലേ, അങ്ങനെയൊക്കെ കളിക്കാനും ഷട്ടിൽ കളിക്കാനും മറ്റുള്ള കളികൾക്കൊക്കെ ആയിട്ട് ഇത്തരം സ്കൂളുകളിൽ ഗ്രൗണ്ടുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡൊമിനോ പിസ്സ ഒക്കെ ഉണ്ട്, നല്ല കുറേ എയർ ട്രാവൽസ് ഫ്ലൈറ്റ് ട്രാവൽസ് ഏജൻസി ഉണ്ട്,
ഇതെല്ലാം കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളമായ അബ്ബാസിയ. ഈ അബ്ബാസിയയിലെ രീതികളെ പറ്റിയൊക്കെ നമ്മുടെ റജി സാറിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. ജലീബിലെ ഈ തിരക്കും തിരക്കും ഒക്കെ എന്താ ഇത്രയും ഒരു ഭയങ്കര ക്രൗഡഡ് ആയിട്ട് എന്താ? അല്ല, അത് നമ്മൾ അങ്ങനെ തോന്നുമെങ്കിലും ജലീബി താമസിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാത്തിനും ഭയങ്കര ആക്സസ് ആണ്. നമ്മുടെ ചർച്ചുകളായാലും സ്കൂളുകളായാലും ഈവൻ റെസ്റ്റോറൻറ്റുകളായാലും കേരള തനിമയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാനും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആക്സസ് ഉണ്ട്. കാരണം വൺസ് വന്നവര് ഇവിടുന്ന് മാറിപ്പോകത്തില്ല. പുറത്തുനിന്ന് വരുന്നവർക്ക് ജലീബ് ഭയങ്കര ക്രൗഡായിട്ടൊക്കെ തോന്നുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് സൗകര്യങ്ങളാണ്. കാര്യങ്ങളെല്ലാം എല്ലാം നമുക്ക് ഒരു കേരളത്തിൽ താമസിക്കുന്ന ഫീലാണ്. എല്ലാ മലയാളികളുടെ എല്ലാ സാധനങ്ങളും കിട്ടും. കടകളായാലും റെസ്റ്റോറൻ്റ് ആയാലും ഈവൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലെന്ന് കേട്ടിട്ടുണ്ട്. അത് എല്ലാ ബിൽഡിങ്ങിലും ഇല്ല. ഞങ്ങളുടെ ബിൽഡിങ്ങിലൊക്കെ ഉണ്ട്. ചില ബിൽഡിങ്ങുകൾക്ക് ബുദ്ധിമുട്ടാണ്, പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ലോകത്ത് ചതുരശ്ര കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ വാഹനമുള്ള കുഴിയില്ല. മനസ്സിലായോ? ചെറിയ കൺട്രി ആണെങ്കിലും ഏരിയ ബേസിൽ നോക്കി കഴിഞ്ഞാൽ അതെ, പച്ചവെള്ളത്തെക്കാട്ടും പെട്രോളിന് വിലക്കുറവല്ലേ. പിന്നെ ടാക്സ് ഇല്ല, റോഡ് ടാക്സ് ഇല്ല. അപ്പൊ അത് കാരണം വാഹനം മേടിക്കാനും ഉപയോഗിക്കാനും മറ്റു ലോകത്ത് എവിടെ പോകുന്നതിലും നല്ലത് പോയിട്ട് തന്നെ. അതുപോലെ എല്ലാ ബ്രാൻഡഡ് വാഹനങ്ങളും അവൈലബിൾ ആണ്. ഷെവർലെ, GMC, ഹോണ്ട, ലിങ്കൺ, കാഡിലാക്ക്, നിസാൻ, ടൊയോട്ടോ, മിത്സുബിഷി. ഇപ്പൊ പിന്നെ ചൈനയുടെ റേഞ്ച് റോവർ, ലാൻഡ് റോവർ, BMW. ഇപ്പൊ പിന്നെ ചൈനയുടെ ഒക്കെ ഒത്തിരി വണ്ടികൾ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ ഓടിക്കാവുന്നതാണ്. ഏത് വണ്ടി വേണേലും ഓടിക്കാം. ലോകത്തെ മുന്തിയ വണ്ടികളൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇപ്പൊ നാട്ടില് മമ്മൂട്ടിയോ മോഹൻലാലോ ഉപയോഗിക്കുന്ന വണ്ടി ഇവിടെ വേണ ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റും. ടാക്സിന്റെ ആണ്. അതായത് നമ്മുടെ ഫോറിൻ വണ്ടിക്ക് നമ്മുടെ നാട്ടിൽ അവര് 300% കണ്ട ടാക്സ് ഈടാക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പം ടാക്സ് ഇല്ല, റോഡ് ടാക്സ് ഇല്ല. പെട്രോളിന് വളരെ വിലക്കുറവാണ്. എന്റെ ഈ വണ്ടിക്കൊക്കെ 4 കിലോമീറ്റർ ഉള്ളു മൈലേജ്. നമുക്ക് ഇങ്ങനൊരു വണ്ടി നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. GMC ഞാൻ ഇപ്പൊ 13 വർഷമായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട വാഹനമാണ്. അമേരിക്കൻ വണ്ടിയാണ്. അങ്ങനെ ഉള്ള ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പെട്രോളിന് വെള്ളത്തെക്കാൾ വിലക്കുറവ്. ഏതും എടുക്കാം, ഉപയോഗിക്കാം. നാട്ടിൽ എടുക്കാം, പക്ഷെ പിന്നെ ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ട്. കാരണം നമ്മൾ തന്നെ ഇന്ധനം അടിക്കട്ടെ. അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇവിടെ ഗൾഫ് നാടുകളിലെ ഉള്ള ഏറ്റവും വലിയൊരു ഗുണം, ഇത് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു ഗുണം ഇതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം, ഇഷ്ടപ്പെട്ട ആഹാരം. 8 സിലിണ്ടർ വണ്ടിയൊക്കെ ഉണ്ട്. നമ്മള് നാട്ടില് 2 കിലോമീറ്റർ കാണത്തുള്ളൂ മൈലേജ്. ഞാൻ അത് എടുത്തോണ്ട് തിരുവല്ല വരെ പോയിച്ച് വന്നാല് 1000 രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വർക്ക്ഷോപ്പുകളുണ്ട്. അപ്പൊ പ്രോപ്പറായ മെയിൻ്റെനൻസ് കിട്ടും. അതിനൊക്കെ നമ്മുടെ നാട്ടിലതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പുതിയ വണ്ടി ഇറങ്ങിയാൽ അതിന്റെ മെയിൻ്റെനൻസ് ആ ഷോറൂമിൽ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു ഭയങ്കര ചാർജ് ആയിരിക്കും. ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ അബ്ബാസിയ, പ്രവാസി മലയാളികളുടെ ശക്തമായ സാന്നിധ്യം ഒന്നുകൊണ്ട് തന്നെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളുടെ പേരുള്ള സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും മറ്റ് ജാതിമത രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയും കുവൈറ്റിലെ ആസ്ഥാനവും പ്രധാന കലാപരിപാടികൾ നടത്തപ്പെടുന്നതുമായ അബ്ബാസിയ, കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ താൽക്കാലിക ആരാധനാലയങ്ങൾ പ്രവർത്തിക്കുന്ന അബ്ബാസിയയുടെ ഈ ഒരു കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് M4 Travel. നൗ സൈനിങ് ഔട്ട്. ബൈ ബൈ. സീ യു.